ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ് ആണ്. വിഷയം ജാസ്മിൻ ഗബ്രി നാടകം തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് ജാസ്മിനും റോക്കിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. റോക്കി ഇവർ തമ്മിൽ എന്താണ്, പ്രണയമാണോ, ഇഷ്ടമാണോ, പ്രേമമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ വളരെ ക്ലിയർ ആയി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ പ്രണയമോ പ്രേമമോ ഒന്നുമില്ല, റിയൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അതായത് ഒരു സ്പേസിൽ സ്വയം വെള്ള പൂശാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിജോയുടെ അടുത്തും ശരണ്യയുടെ അടുത്തും ജാസ്മിൻ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞത്. അതൊക്കെ പ്രേക്ഷകരും കണ്ടതാണ്, പ്രേക്ഷകർക്കും അറിയാം ഇവർ തമ്മിൽ പ്രണയമോ ഇഷ്ടമോ ഒന്നുമില്ലെന്ന്. ഫ്രണ്ട്ഷിപ്പ് പോലും ക്യാമറ സ്പേസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണെന്ന്. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന രണ്ട് കട്ട ഫ്രണ്ട്സ് എന്നൊരു കോംബോ സീസൺ 6 പുറത്തേക്ക് പോകണം. അങ്ങനെ ഒരു കോംബോ വന്നാൽ പ്രേക്ഷകരൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നും ഇവർക്കറിയാം. ഒരു മെയിൽ ഫീമെയിൽ കോംബോ ആകുമ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് തെറ്റിദ്ധരിക്കും. എന്നാലും ഈ സമയങ്ങളിലെല്ലാം ഇവരുടെ കോംബോ ചർച്ചയാകും. അത് ഇവർക്കും അറിയാം നന്നായി. എന്നാൽ ഈ തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നതിനെ ഇടയ്ക്ക് ന്യായീകരിച്ച് ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്ന് വരുത്തി തീർത്ത് സീസൺ 6 മികച്ചൊരു കോംബോ ആയി അറിയപ്പെടാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് അവസരം കിട്ടുമ്പോഴെല്ലാം മികച്ച രീതിയിൽ വെള്ളപൂശുന്നത്. പ്രേക്ഷകരെ സംബന്ധിച്ച് ജാസ്മിനും ഗബ്രിയും പ്രണയിക്കുകയോ ഫ്രണ്ട്സ് ആകുകയോ എന്തും ചെയ്തു കൊള്ളട്ടെ, അതൊന്നും വിഷയമല്ല. ബട്ട് കണ്ടന്റിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കോംബോ ഒന്നും നിലവിൽ പ്രേക്ഷകർക്ക് എടുക്കാൻ താല്പര്യമില്ല. 5 സീസണുകൾ കഴിഞ്ഞല്ലോ, അതിൽ നാച്ചുറലായി വരുന്ന ഫ്രണ്ട്ഷിപ്പും ക്രിയേറ്റ് ചെയ്യുന്നതും തിരിച്ചറിയാനുള്ള ബോധമൊക്കെ പ്രേക്ഷകർക്കുമുണ്ട്. അതിപ്പോൾ എത്ര വെളുപ്പിച്ചാലും ജാസ്മിൻ ഗബ്രി കോംബോ എന്നത് ഒരു വൻ ദുരന്തം എന്ന രീതിയിലേക്ക് നല്ലൊരു ശതമാനം പ്രേക്ഷകരും വിലയിരുത്തി കഴിഞ്ഞു. ജാസ്മിനും റോക്കിയും തമ്മിലുള്ള സംസാരത്തിനിടയിൽ റോക്കിയും പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്തൊക്കെയോ ഉണ്ടെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉദ്ദേശം. വളരെ കറക്റ്റാണ് റോക്കി അവിടെ പറഞ്ഞത്. ഇവർ തമ്മിൽ ഒന്നുമില്ല, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അത് മാത്രമാണ് ഉദ്ദേശം. ബിഗ് ബോസ് ഹൗസിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൗസിനുള്ളിലും ഒരു ചർച്ചയാകും. അതുപോലെ ഇത് കാണുന്ന പ്രേക്ഷകരും ഈ ഒരു വിഷയം ചർച്ചയാക്കും. ഒടുവിൽ മികച്ച കോംബോ എന്ന ലേബലിൽ സീസൺ 6 പിടിച്ചു നിൽക്കുക. എന്തായാലും കൂടുതൽ കളികൾക്കായി കാത്തിരിക്കാം. ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസ് പ്രേക്ഷകർക്ക് കെണിയൊരുക്കി ഗെയിം കളിക്കുമ്പോൾ മറുകണിയൊരുക്കി നമ്മൾ പ്രേക്ഷകർ പണി കൊടുത്തിരിക്കണം.